ലോകത്തിലെ ഏറ്റവും അപകടകരമായ ദ്വീപിലേക്ക് പോയ മനുഷ്യന്റെ അവസാന യാത്ര. 2018 നവംബർ 15. 25 വയസ്സുകാരനായ ജോൺ ആലൻ ചൗ ഒരു ചെറിയ ബോട്ടിൽ കയറി നോർത്ത് സെന്റിനൽ ദ്വീപിലേക്ക് യാത്ര തിരിച്ചു. ആ യാത്രയ്ക്ക് ശേഷം അദ്ദേഹം ഒരിക്കലും ജീവനോട് തിരിച്ചു വന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ കഥ പറയുന്നതിന് മുമ്പ് ആ ദ്വീപിനെക്കുറിച്ച് അറിയണം. ഇന്ത്യയിലെ ആൻഡമാൻ ദ്വീപസമൂഹത്തിലുള്ള നോർത്ത് സെന്റിനൽ ദ്വീപ് ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട ഗോത്രവിഭാഗങ്ങളിലൊന്നായ സെന്റിനലീസ് ജനതയുടെ വാസസ്ഥലമാണ്. പുറം ലോകവുമായി യാതൊരു ബന്ധവും അവർ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ തന്നെ അവിടേക്ക് കടക്കാൻ ശ്രമിക്കുന്നവരെ അവർ ശക്തമായി പ്രതിരോധിച്ച ചരിത്രമാണുള്ളത്. 1867 ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ട് ചിലർ ഈ ദ്വീപിലെത്തിയപ്പോൾ അവരെ അമ്പും വില്ലും ഉപയോഗിച്ച് ആക്രമിച്ചതായി രേഖകളുണ്ട്. 1880 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ഈ ജനതയെ സമീപിക്കാൻ ശ്രമിച്ചു. അവർ ചില സെന്റിനലീസുകാരെ ദ്വീപിൽ നിന്ന് കൊണ്ടുപോയെങ്കിലും പുറത്തുള്ള രോഗങ്ങൾ ബാധിച്ചതിനെ തുടർന്ന് 2 പേർ മരിച്ചു. അതിനുശേഷം ബാക്കിയുള്ളവരെ തിരികെ ദ്വീപിലെത്തിക്കേണ്ടി വന്നു. 1974 ഒരു ഡോക്യുമെന്ററി ചിത്രീകരണ സംഘം സമ്മാനങ്ങളുമായി ദ്വീപിലെത്തി. തേങ്ങയും കത്തിയും മറ്റ് സാധനങ്ങളും നൽകിയെങ്കിലും മറുപടിയായി ലഭിച്ചത് അമ്പുകളായിരുന്നു. 1991 മാത്രം ഒരു ചെറിയ മാറ്റം സംഭവിച്ചു. മനുഷ്യശാസ്ത്രജ്ഞനായ TN പണ്ഡിറ്റ് വർഷങ്ങളോളം വിശ്വാസം നേടിയ ശേഷം ആദ്യമായി സമാധാനപരമായ സമ്പർക്കം സ്ഥാപിക്കാൻ സാധിച്ചു. എന്നാൽ അത് അദ്ദേഹത്തിന്റെ ദീർഘകാല ശ്രമത്തിന്റെ ഫലമായിരുന്നു. അപരിചിതരോടുള്ള അവരുടെ സമീപനം മാറിയില്ല. 2004 സുനാമിക്ക് ശേഷം ഇന്ത്യൻ സർക്കാർ ഹെലികോപ്റ്റർ അയച്ച് അവർ സുരക്ഷിതരാണോ എന്ന് പരിശോധിച്ചപ്പോൾ പോലും അവർ അമ്പുകളും കുന്തങ്ങളും എറിഞ്ഞ് ഹെലികോപ്റ്ററിനെ പിന്തിരിപ്പിച്ചു. 2006 അബദ്ധത്തിൽ ദ്വീപിനടുത്തെത്തിയ 2 മത്സ്യത്തൊഴിലാളികളും കൊല്ലപ്പെട്ടു. ഇത്രയധികം മുന്നറിയിപ്പുകളുണ്ടായിട്ടും ജോൺ ആലൻ ചൗ തന്റെ തീരുമാനം മാറ്റിയില്ല. ഒരു ക്രിസ്ത്യൻ മിഷണറിയായിരുന്ന അദ്ദേഹത്തിന്റെ ലക്ഷ്യം സെന്റിനലീസ് ജനതയുമായി ബന്ധപ്പെടുകയും തന്റെ വിശ്വാസം അവരുമായി പങ്കുവെക്കുകയും ചെയ്യുക എന്നതായിരുന്നു. 2018 നവംബർ 15 മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ അദ്ദേഹം നിയമവിരുദ്ധമായി ദ്വീപിനടുത്തെത്തി. ആദ്യ ശ്രമത്തിൽ അദ്ദേഹം സമ്മാനമായി മീനുകളുമായി തീരത്തേക്ക് പോയി. പക്ഷേ ഏതാനും നിമിഷങ്ങൾക്കകം സെന്റിനലീസ് ജനത വില്ലും അമ്പുമായി അദ്ദേഹത്തിന്റെ നേരെ ഓടിയെത്തി. അദ്ദേഹം ഉടൻ ബോട്ടിലേക്ക് മടങ്ങി. അടുത്ത ദിവസം അദ്ദേഹം വീണ്ടും ശ്രമിച്ചു. ഈ തവണ അവർ അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞു. അദ്ദേഹം അവരുടെ ഭാഷ അനുകരിക്കാൻ ശ്രമിച്ചു, പാട്ടുപാടി സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒരു ബാലൻ എയ്ത അമ്പ് അദ്ദേഹം കയ്യിൽ പിടിച്ചിരുന്ന ബൈബിളിൽ തട്ടി. അദ്ദേഹം വീണ്ടും രക്ഷപ്പെട്ടു. ഇത്രയും സംഭവിച്ചിട്ടും അദ്ദേഹം പിന്നോട്ടില്ല. തന്റെ ഡയറിയിൽ അദ്ദേഹം അവസാനമായി എഴുതിയത്, ഇന്ന് ഞാൻ വീണ്ടും ദ്വീപിലേക്ക് പോകുന്നു. ഇത് എന്റെ അവസാന കുറിപ്പായിരിക്കാം. കുടുംബത്തോട് വിട പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും ബോട്ടിൽ നിന്ന് ഇറങ്ങി. അതാണ് അദ്ദേഹത്തെ അവസാനമായി ആരെങ്കിലും ജീവനോടെ കണ്ടത്. പിന്നീട് അദ്ദേഹത്തിന്റെ മൃതദേഹം തിരികെ കൊണ്ടുവരാൻ പോലും ഇന്ത്യൻ അധികാരികൾ ശ്രമിച്ചില്ല. കാരണം ആ ദ്വീപിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നത് മറ്റുള്ളവരുടെ ജീവനെയും സെന്റിനലീസ് ജനതയുടെ നിലനിൽപ്പിനെയും അപകടത്തിലാക്കുമായിരുന്നു. ഇന്നും നോർത്ത് സെന്റിനൽ ദ്വീപ് ലോകത്തിലെ ഏറ്റവും സംരക്ഷിതവും ദുരൂഹവുമായ സ്ഥലങ്ങളിലൊന്നായി തുടരുന്നു.